ഒരു വലിയ കാർഡിയോളജിസ്റ്റ്, ഒരുപാട് ആളുകളുടെ ജീവിതം അതിഭീകരമായി മാറ്റിമറിച്ച ഒരു ഡോക്ടർ. എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്ന് തീരുമാനിച്ചത്? കഴിഞ്ഞ 29 കൊല്ലമായിട്ട് കാർഡിയോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ ജനങ്ങളുടെ കൂടെ ആയിരുന്നു. പക്ഷെ ഇവരുമായിട്ട് സംവാദം ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനോ ഒരു ഡോക്ടർക്ക് കഴിയാറില്ല. നമുക്ക് രാഷ്ട്രീയ ചിന്തകൾ മാത്രമുള്ള ഘോരഘോരം പ്രസംഗിക്കുന്നവർ മാത്രം പോരാ, ചിന്തകൾ വേണം, വികസനത്തിന്റെ മുഖം വേണം, ദീർഘവീക്ഷണം വേണം. എന്തുകൊണ്ടാണ് പ്രൊഫഷണൽസ് വരാത്തതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്? ഭയമാണ്. എന്നോട് ആദ്യം ചോദിച്ചത്, ഡോക്ടർ ഇലക്ഷന് മത്സരിച്ച് കഴിഞ്ഞാൽ ഡോക്ടർ തോറ്റുപോയാൽ പിന്നെ ഡോക്ടറിന്റെ ആശുപത്രി പൂട്ടണ്ടേ? അപ്പൊ എന്തൊക്കെ ഡോക്ടറിന് നഷ്ടം ഉണ്ടാവും? ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പൂട്ടും. ഞാൻ ബോംബെയിലെ ബ്രീച്ച് ക്യാൻഡിയിലെ കൺസൾട്ടന്റ് വരെയാണ്. എനിക്കൊരു ജോലി കിട്ടാൻ ഒരു ദിവസം പോലും വേണ്ട. നമുക്ക് ബാക്കപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഭയമില്ലാത്തത്. ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾ സ്വീകരിക്കണമെന്നുണ്ടോ? ഞാനൊരു രാഷ്ട്രീയത്തിലൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്തിനാണ് UDF LDF സ്ഥാനാർത്ഥികൾ എന്നെക്കുറിച്ച് ബോധർ ചെയ്യുക, എന്നെക്കുറിച്ച് സൈബർ ആക്രമണം നടത്തും, എന്നെക്കുറിച്ച് അവർ എഴുതണം? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ശക്തനായ ഒരു എതിരാളി അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും മൈൻഡ് ചെയ്യും?